ഇവന്റ് മാനേജ്മെന്റുകാര് സാധ്യതകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് സാധ്യതകൾ പറഞ്ഞുകൂടാ. നിങ്ങളുടെ കല്യാണത്തിന് നമുക്ക് ഇത് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, സേവ് ദ ഡേറ്റ് എടുക്കാം, പ്രൊപ്പോസ് ഡേറ്റ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് വെഡിങ് എടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാണ്. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട് ഇതെങ്ങനെ പറ്റിക്കലാവുന്നത്? സുഹൃത്തെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഷർട്ട് അതിനേക്കാൾ വില കുറഞ്ഞ ലളിതമായ ഷർട്ട് കിട്ടില്ലേ? കിട്ടും. അപ്പൊ പിന്നെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണോ? അതുകൊണ്ടാണ് ഗോൾഡിന് ഇത്രമാത്രം ഗോൾഡിന് വില ഇല്ലാത്ത സമയത്ത് പാലക്കാട് ജ്വല്ലേഴ്സ് കാണിക്കും. അതാണല്ലോ അത്, അതിന്റെ ഒരു മറ്റൊരു രൂപമാണല്ലോ. ഞാൻ പറയുന്നത് താങ്കളെ പോലുള്ള ഇവന്റ് മാനേജ്മെന്റുകാർ അവിടെ ചെന്ന ശേഷം ആരും ആയിക്കോട്ടെ, വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ എടുത്ത് ചെന്നിട്ട് ഒരു പ്രൊപ്പോസൽ അവിടെ വെക്കുകയാണ്. ഇത് ഇന്നത് സംഭവം ഇന്നതാണ്, ഇന്നതുപോലെ ചെയ്യാൻ പറ്റും, ഇന്ന സമയത്ത് ഇന്ന ആർട്ടിസ്റ്റ് വരും, ഇന്ന ആൾക്ക് ഇത്ര, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വലിയൊരു സിനിമാ ലോകത്ത് സിനിമ ചിത്രീകരണം നടത്തുന്ന പോലെ ഒരു സംഭവം പറഞ്ഞു ചെയ്യാൻ പറ്റുക. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ സാധാരണക്കാരനായ ഒരു വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഇങ്ങനെ മനസ്സിലൂടെ വിഷമിച്ചിരിക്കുമെങ്കിൽ പോലും എന്റെ മക്കളുടെ പരിപാടി കുറച്ച് ഭംഗിയാക്കി നടത്തണം എന്ന് വിചാരിക്കും. പക്ഷെ ഇവരുടെ കൊണ്ടു വയ്ക്കുന്ന ഓരോ പ്രോജക്റ്റ് അനുസരിച്ച് ലക്ഷങ്ങളും കോടികളിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ സംഭവം ഞാൻ പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ തലോസം നടക്കുന്ന ഫോട്ടോഗ്രാഫിങ്ങും പിറ്റോസ് നടത്തുന്ന ഫോട്ടോഗ്രാഫിങ്ങും ആർട്ടിസ്റ്റ് വന്നത് ഉൾപ്പെടെ ടൈം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന പകുതി റേറ്റിന് ചെയ്യാൻ ആൾക്കാർ ഒരു വിരോധമില്ല. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും മേക്കപ്പ് ആർട്ടിസ്റ്റ് 40,000 രൂപ മേടിക്കുന്നവല്ല, 4,000 മേടിക്കുന്നവല്ല, 1,000 മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് പോലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. പണ്ടത്തെ സ്ഥിതി മാറി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അവരവർക്ക് പാകത്തിനുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലഭിക്കുമ്പോ എന്തിനാണ് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാൻ? കാര്യമില്ലല്ലോ. ബഡ്ജറ്റ് എത്രയാണ്, ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് അത് വെച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവര് സാധാരണ രീതിയിൽ എന്റെ മകളുടെ കല്യാണം അപ്പുറം വീട്ടിൽ നടന്നപ്പോ നല്ല രീതിയിൽ നടന്നു. എന്റെ മകളുടെ കല്യാണം മോശമാകരുത് വിചാരിച്ചുകൊണ്ടാണ് ആ മാതാപിതാക്കൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് 2 ദിവസത്തിൽ 1 ദിവസത്തിൽ തീർന്നിരുന്ന കല്യാണങ്ങള് ഇപ്പൊ വന്നിട്ട് 4 ദിവസം 5 അതിനാണ് ലക്ഷങ്ങളുടെ ഡയമണ്ട് വാങ്ങാനാണോ തീരുമാനിക്കുന്നത്? 4 ദിവസം നടത്തുന്നില്ല. ഫോട്ടോഗ്രാഫറാണോ തീരുമാനിക്കുന്നത്? ആ വീട്ടുകാർക്ക് കൊണ്ട് നടത്തിയ കല്യാണത്തിന് 80,000 രൂപ ചെലവായുള്ളൂ. 80,000 രൂപ പോലും താങ്കൾ സാധാരണ ഇങ്ങനെ ഒരു കല്യാണം വലിയൊരു കല്യാണം അതിലൊരു മെഗാ ഇവന്റ് ആയിട്ട് കൈ കിട്ടി കഴിഞ്ഞാൽ ഇനി ക്യൂ ഷീറ്റ് സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? അതൊക്കെ എഴുതി നല്ല നമ്മൾ റിഹേഴ്സൽ ചെയ്താ പോകുന്നല്ലേ? റിഹേഴ്സലിനല്ല, നമ്മൾ ഒരു ചാർട്ട് തയ്യാറാക്കി. കാരണം ടൈമിങ്ങിന് കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫീസ് മൊത്തം വാങ്ങിക്കൂ? ഇല്ല. സാധാരണ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ കാര്യം വെള്ളത്തിലായ കേസ് വല്ലതും ഉണ്ടോ? പിന്നെ അതുകൂടെ പറയട്ടെ. അതാരും പുറത്ത് പറയില്ല, ആ കാര്യങ്ങൾ ആരും പറയില്ല. അദ്ദേഹം പറഞ്ഞു ഇതൊരു ബിസിനസ് ആണ്. ഈ പറഞ്ഞ റിസ്ക് ഫോട്ടോഗ്രാഫർമാരും എടുത്തിട്ടുണ്ട്. അതായത് നമ്മള് കല്യാണം എടുത്ത് 1.5-2 ആഴ്ചക്കുള്ളിൽ നമ്മള് ഇതുമായി ചെല്ലും, അത് ഡിവോഴ്സ് ആയി. അത് ഡിവോഴ്സ് അതായത് നമ്മള് ഫോട്ടോ ആൽബം കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഡിവോഴ്സ് ആയി പോയി. കാശ് ആര് തരും? കാശ് ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഡയമണ്ട് വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങി ഉപയോഗിക്കുന്നു. ഇനി അത്രയും മുടക്കാൻ പറ്റില്ല, എന്നാ ഇത് ഡയമണ്ട് ആണെന്ന് തോന്നണം എന്ന് വിചാരിക്കുന്നവർ ഞങ്ങളെ പോലെയുള്ളവരുടെ ആഭരണങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. ഇനി അതും പറ്റാത്ത പാവപ്പെട്ടവർ ചിലപ്പോൾ സാധാരണ ഇമിറ്റേഷൻ ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ജീവിക്കുന്നു. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടെന്നുള്ളത് അനുസരിച്ചാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.